ഒരു വിനോദസഞ്ചാരിയെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെടുത്തിയത്. തമിഴ്നാട് മധുര സ്വദേശി ഇന്നലെ വൈകിട്ടാണ് ഒഴുക്കിൽപ്പെടുന്നത്. ഫോട്ടോ എടുക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടെങ്കിലും പാറയിൽ തങ്ങി നിന്നു. ഒപ്പമുണ്ടായിരുന്നവരൊക്കെ കൂടി ബഹളം വയ്ക്കുന്നു. അങ്ങനെ നാട്ടുകാരെത്തി കയറുകെട്ടിയൊക്കെ രക്ഷപ്പെടുത്തുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. നമസ്കാരം, ഇടുക്കി ബഡ്ഡിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഇൻട്രോയിൽ കൊടുത്തിരിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇത് നമ്മുടെ തൂവൽ വെള്ളച്ചാട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു അപകടത്തിൻ്റെ ദൃശ്യമാണ്. മലയാളത്തിലെ ഒരു പ്രമുഖ ന്യൂസ് ചാനലിൽ വന്ന ദൃശ്യങ്ങളാണിത്. ഇത് ഒരു അവയർനെസ്സിന് വേണ്ടിയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മൺസൂൺ സമയമാണല്ലോ, ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങളെല്ലാം സജീവമാകുന്ന സമയമാണ്. ഇടുക്കിയിലെ എന്ന് മാത്രമല്ല, കേരളത്തിലെ തന്നെ മിക്കവാറും വെള്ളച്ചാട്ടങ്ങളെല്ലാം നല്ല നയനമനോഹരമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സന്ദർഭമാണിത്. സ്വാഭാവികമായും യാത്രാസ്നേഹികളും പ്രകൃതി സ്നേഹികളും ഇത്തരം വെള്ളച്ചാട്ടങ്ങൾ ധാരാളമായി സന്ദർശിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. ഈ സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെയും കൂട്ടത്തിലുള്ളവരുടെയും സേഫ്റ്റി വളരെ പ്രധാനമാണ്. വെള്ളം ധാരാളമായി ഒഴുകുന്ന സന്ദർഭമാണ്, നമുക്കറിയാത്ത സ്ഥലമാണ്. വെള്ളത്തിലും വെള്ളച്ചാട്ടത്തിലും ഇറങ്ങുമ്പോൾ നന്നേ ശ്രദ്ധിക്കുക. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. കഴിഞ്ഞ വീഡിയോയിലും നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഈ വീഡിയോയും അതുപോലെ തന്നെ അതിലും മനോഹരമായ, അല്ലെങ്കിൽ അത്രത്തോളം തന്നെ മനോഹരമായ മറ്റൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ്. നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ സ്ഥലം നിലകൊള്ളുന്നത്. അത്യാവശ്യം നടക്കാനുള്ള റാമ്പ് സൗകര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. നെടുങ്കണ്ടം ടൗണിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്ററാണ് തൂവൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഈ പ്രദേശത്തേക്ക് വന്നത്. ഗൂഗിൾ മാപ്പിൽ ഈ പ്രദേശം ഏകദേശം കറക്റ്റായിട്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കുത്തുങ്കൽ വെള്ളച്ചാട്ടം, അതിൻ്റെ താഴെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് പകർത്താൻ കഴിഞ്ഞത്. ഇത് പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ മനോഹരമായ വെള്ളച്ചാട്ടമാണ്. കാടിന് നടുക്ക് മനോഹരമായ ഒരു കാഴ്ച, പ്രകൃതി ഒരുക്കി വിസ്മയം എന്ന് തന്നെ പറയാൻ പറ്റൂ. കീഴ്ക്കാംതൂക്കായി സ്ഥിതി ചെയ്യുന്ന മലയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന റാമ്പിലൂടെയുള്ള നടത്തം ബഹുരസമാണ്. വളരെ ഉയരത്തിൽ നിന്നാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. വൈകുന്നേര സമയത്താണ് ഞാൻ അവിടെ ചെന്നത്. ആ സമയത്ത് ഞാനല്ലാതെ മറ്റൊരു വ്യക്തിയും അവിടെ ഉണ്ടായിരുന്നില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ ആവോളം ആസ്വദിക്കാൻ കഴിഞ്ഞു. വെള്ളച്ചാട്ടം മാത്രമല്ല, അവിടുത്തെ പ്രകൃതി തന്നെയും വളരെ മനോഹരമാണ്. ചുറ്റും കാടാണ്. വെള്ളത്തുള്ളികൾ പാറയിൽ തട്ടി പതഞ്ഞൊഴുകുന്ന ദൃശ്യം എത്ര മനോഹരമാണെന്നറിയാമോ? കാറ്റിൻ്റെ തലോടലേറ്റ് കിളിയുടെ കളകളാരവങ്ങൾ കേട്ട് എത്ര നേരവും വേണമെങ്കിലും നമുക്ക് അവിടെ അങ്ങനെ നിൽക്കാൻ കഴിയും. അവിടെ എത്തിയപ്പോൾ മുതൽ ഈ കാട്ടിനുള്ളിൽ ഞാൻ ഏകനാണല്ലോ എന്ന ചിന്ത എന്നെ പേടിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപകടം നടന്ന സ്ഥലമാണെന്നുള്ള ഓർമ്മ പേടി കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത അല്പസമയം ആസ്വദിച്ചപ്പോൾ പേടി കുറഞ്ഞുകൊണ്ടേയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് എന്നുള്ള ഓർമ്മ തന്നെ എന്നിൽ നിന്ന് അകന്നുപോയി. മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ടം കൂടുതൽ സജീവമാകുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. 2-3 ദിവസമായി മഴ കുറവായിരുന്നു. എന്നാലും വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടിട്ടില്ല. പ്രകൃതി ഭംഗി ആസ്വദിച്ച് മനോഹരമായ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ശരീരവും മനസ്സും കുളിർപ്പിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ ആവോളം ആസ്വദിക്കാം. ഞാൻ അവിടെ എത്തിയ സമയത്ത് മറ്റ് സഞ്ചാരികളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ലൈവ് വീഡിയോയും ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തെ പ്രകൃതി ഭംഗി വ്യക്തമാക്കുന്ന കുറച്ച് ദൃശ്യങ്ങൾ കൂടി ഞാൻ അവിടെ നിന്ന് പകർത്തി. അപ്പോഴേക്കും സമയം സന്ധ്യ മയങ്ങിയിരുന്നു. സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമയത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. കിളികളെല്ലാം കൂടുകളിൽ ചേക്കേറാനുള്ള തിരക്കിലും. ഏകനാണെന്നുള്ള ചിന്ത ഇടയ്ക്കിടയ്ക്ക് എന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. എങ്കിലും പ്രദേശത്തിൻ്റെ പൂർണ്ണമായ ദൃശ്യഭംഗി പകർത്താതെ തിരിച്ചു വരാൻ മനസ്സനുവദിച്ചില്ല.
വീണ്ടും കുറച്ച് സമയം കൂടി അവിടെ തുടർന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ ഒന്നുകൂടി പകർത്തി. ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ ആ പ്രദേശത്തിൻ്റെ വന്യത നമ്മളെ ഭയപ്പെടുത്തും. കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്നു. അതിനുശേഷം മറുവശത്തേക്ക് പോയി. മുകൾ ഭാഗത്ത് നല്ല തെളിനീര് കാണാൻ പറ്റും. പതുക്കെ അങ്ങോട്ട് ഇറങ്ങി. കാലൊന്ന് നനയ്ക്കണം, മുഖമൊന്ന് കഴുകണം, അതാണ് ഉദ്ദേശം. അല്പസമയം വെള്ളത്തിലേക്ക് കാലിട്ട് ആ പാറയിൽ അങ്ങനെ ഇരുന്നു. എന്തു മനോഹരമാണെന്നറിയുമോ ഈ സായാഹ്നം. ആ ഇരിപ്പിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഇനി തിരിച്ചു പോകണമല്ലോ എന്ന കാര്യം പോലും മറന്നുപോയി. 10-15 മിനിറ്റോളം വെള്ളത്തിൽ കാലിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. തണുപ്പ് കാലിലൂടെ അരിച്ചു കയറുമ്പോഴാണ് തിരിച്ചു പോകണമല്ലോ എന്ന് ഓർമ്മ വന്നത്. പതുക്കെ എഴുന്നേറ്റു. പ്രദേശത്തിൻ്റെ വീഡിയോ ഒന്നുകൂടി ഞാൻ പകർത്തി. സമയം സന്ധ്യ മയങ്ങിയിരിക്കുന്നു, ഇനി മടങ്ങണം. മനസ്സില്ലാ മനസ്സോടെയുള്ള ഒരു മടക്കമാണ്. ഇനിയും വരാമെന്ന ശുഭപ്രതീക്ഷയോടെ. ഇടുക്കി ബഡ്ഡിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.